ഭീമമായ ബിൽ നൽകിയ ശേഷം KSEB വൈദ്യുതി വിച്ഛേദിച്ച് ദുരിതത്തിലാക്കിയ വാഗമൺ വട്ടപ്പത്താലിയിലെ അന്നമ്മയ്ക്ക് ആശ്വാസം. KSEBയുടെ നടപടി വിവാദമായതിന് പിന്നാലെ മന്ത്രി ഇടപെട്ട് അന്നമ്മയുടെ വൈദ്യുതി കണക്ഷൻ KSEB പുനഃസ്ഥാപിച്ചു നൽകി. അന്നമ്മയുടെ ദുരവസ്ഥ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഴ്ചകൾക്ക് ശേഷം വീടിനുള്ളിൽ വെളിച്ചം തെളിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അന്നമ്മ. കഴിഞ്ഞ മാസം 15-നാണ് 49,710 രൂപയുടെ കറണ്ട് ബില്ല് KSEB അന്നമ്മയ്ക്ക് നൽകിയത്. 15 ദിവസത്തിന് ശേഷം ബില്ലടച്ചില്ല എന്ന് കാണിച്ച് വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. 3 ബൾബുകളും വല്ലപ്പോഴും മാത്രം ഓൺ ചെയ്യുന്ന ഫ്രിഡ്ജും TVയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മീറ്റർ റീഡിംഗ് യഥാസമയം രേഖപ്പെടുത്താതിരുന്നതിനാലാണ് ബില്ല് വരാൻ കാരണമെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ KSEB കണ്ടെത്തി. അതേസമയം 49,710 രൂപയുടെ ബിൽ അടയ്ക്കണമെന്ന നിലപാടിൽ തന്നെ KSEB ഉറച്ചു നിന്നു. വൈദ്യുതി ബിൽ 50 ഗഡുക്കളായി അടയ്ക്കാമെന്ന ആവശ്യം KSEB അംഗീകരിക്കുകയും ചെയ്തു. ആദ്യ ഗഡുവായ 1000 രൂപ അടച്ചതിന് പിന്നാലെയാണ് അന്നമ്മയുടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. തുടർന്ന് നമ്മൾ ഈ 6,00,000 ബില്ലിന് നമ്മൾ അത് 50 തവണയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യ ഗഡുവായ 1000 രൂപ നമ്മൾ അടച്ചാൽ അന്നേരം തന്നെ നമുക്ക് കറണ്ട് കണക്ഷൻ ലഭിക്കുമെന്ന് അറിയിച്ചു. TVയിൽ വാർത്തകൾ കാണാനും ഇഴജന്തുക്കളെ പേടിക്കാതെ കിടന്നുറങ്ങാനും കഴിയാനാകുമല്ലോ എന്ന ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് അന്നമ്മയുള്ളത്. പിന്നെ സന്തോഷമായി. അല്ലെങ്കിൽ ഇരുട്ടായിട്ടല്ലേ കിടക്കുമല്ലോ, എന്തെല്ലാം പേടിച്ച് കിടക്കണം. കറണ്ടില്ല. ഒരു കാലത്ത് കിടന്നപ്പോൾ എൻ്റെ കെട്ടിന് തേയിലക്കാട്ടിലൊക്കെ ഞാൻ കിടന്ന സാറേ, കിടപ്പോടൊന്നും ഇല്ലാതെ അതുപോലെ കഷ്ടപ്പാട്. തേയിലക്കകത്ത് കിടന്ന് ഉറങ്ങും, പാമ്പറത്തോട് പോകും. അങ്ങനെ എനിക്ക് ധൈര്യമായി പാമ്പിനെ കാണുമ്പോൾ. അല്ലെങ്കിൽ പാമ്പിനെ കണ്ട് പേടിച്ച് കിടന്ന് കാരണം ഞാനങ്ങനെ കാത്തൊന്നുമില്ല. കയറി വന്ന് തട്ടേ കൂടെ എല്ലാം കയറി ഇങ്ങനെ നടക്കാൻ്റെ കണ്ട് രാത്രി 8 മണിക്ക് ഇന്നലെ രാത്രി 8 മണിക്ക് മീറ്റർ റീഡിംഗ് എടുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പിഴവ് മൂലം വന്ന ഭീമമായ തുക ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KSEBയുടെ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അന്നമ്മ. പരാതിയിൽ തനിക്ക് അനുകൂലമായി വിധി വരുമെന്ന പ്രതീക്ഷയും അന്നമ്മയ്ക്കുണ്ട്. ജനം, ഇടുക്കി.